നല്ല ഇനം കടന്തൽ കുഞ്ഞുങ്ങളെ വേണോ എന്നത് ജസ്റ്റ് ഒരു ക്ലിക്ക് ബൈറ്റ് മാത്രമാണ്. വീടിന് അപകടകരമായി വന്ന കടന്തൽ കൂട് അവിടെ നിന്ന് മാറ്റി നശിപ്പിച്ച സംഭവമാണിത്. അത്യാവശ്യം നല്ല അപകടകാരികളായ ഇവ എങ്ങനെ ഇത്രയും പെട്ടെന്ന് എന്റെ വീട്ടിൽ കൂട് കൂട്ടി എന്നറിയില്ല. സംഭവം ഡേഞ്ചർ ആണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഇതിനെ കൂടോടെ നശിപ്പിക്കാനാണ് തീരുമാനിച്ചത്. തീയും പുകയും ഹിറ്റും ഒന്നും ഈ സാഹചര്യത്തിൽ ഏൽക്കില്ല എന്ന് മനസ്സിലായതുകൊണ്ട് കൂട്ടിലെത്തുന്ന കടന്നലുകളുടെ മാക്സിമം എണ്ണത്തെ കൂടുൾപ്പെടെ കുപ്പിയിലാക്കാം എന്ന് പ്ലാൻ ഇട്ടത്. പ്രിക്കോഷൻസ് ഒന്നുമില്ലാതെ ചെന്ന് കയറിക്കൊടുത്താൽ കടി കൊണ്ട് പണിപാളും എന്ന് ഉറപ്പായത് കൊണ്ട് തന്നെ അതിനുള്ള പ്രിക്കോഷൻസ് എന്നവണ്ണം കയ്യിലും തലയിലും കട്ടിയുള്ള തുണികൾ നന്നായി കെട്ടിമറച്ച് ഫുൾ സ്ലീവ് ഷർട്ടും പാന്റും അതിന് മുകളിലായി ജാക്കറ്റും റെയിൻകോട്ടിന്റെ പാന്റും തലയിൽ ഹെൽമറ്റും ഇതിനിടയിലൂടെ കടന്നൽ കയറില്ല എന്ന് ഉറപ്പുവരുത്തിയതിനും ശേഷമാണ് കടന്നൽ കൂടിനടുത്തേക്ക് ചെന്നത്. വീടിന്റെ കതവും ജനലും വെന്റിലേഷനും എല്ലാം അടച്ച് വീട്ടുകാരെയും വീട്ടിൽ വളർത്തുന്ന നായയും എല്ലാം സേഫ് ആക്കിയതിനും കൂടി ശേഷമാണ് ഞാൻ ഈ സാഹസത്തിന് മുതിർന്നത്. ഏകദേശം 5 മിനിറ്റോളം കടന്നൽ കൂടിന് മുൻപിൽ പെട്ടെന്നുള്ള മൂവ്മെന്റ്സ് ഒന്നും ഇല്ലാതെ ഞാൻ വെയിറ്റ് ചെയ്തതിനു ശേഷം കൂടുതൽ കടന്നലുകൾ കൂടിനോട് ചേർന്ന് ഇരുന്ന തക്കത്തിന് അടപ്പ് തുറന്ന കുപ്പി താഴെ നിന്ന് മുകളിലേക്ക് പെട്ടെന്ന് വെച്ച് അതിന്റെ മുകളിലായി ഒരു മൈക്ക ഷീറ്റ് സ്ലൈഡ് ചെയ്ത് കയറ്റി മൂടി അടയ്ക്കുകയായിരുന്നു. അങ്ങനെ ചെയ്തതോടെ കടന്നൽ കൂടിന്റെയും കടന്നലുകളുടെയും 90% കുപ്പിക്കുള്ളിലായി. കുപ്പിയിൽ പെടാതിരുന്ന കടന്നലുകൾ എന്റെ ജാക്കറ്റിലും ദേഹത്തുമൊക്കെയായി കുത്താൻ ശ്രമിച്ചെങ്കിലും അതൊന്നും ഏറ്റില്ല. കുപ്പി മൂടി വെച്ചിരുന്ന മൈക്ക ഷീറ്റ് പെട്ടെന്ന് സ്ലൈഡ് ചെയ്ത് മാറ്റി അതേ സ്ഥാനത്ത് കുപ്പിയുടെ അടപ്പ് വെച്ചടച്ച് കടന്നൽ കൂട്ടത്തെ ഭദ്രമായി. പിന്നാലെ വന്ന കുറച്ച് കടന്നലുകളെ ബാറ്റും കൈയും ഒക്കെ ഉപയോഗിച്ച് തല്ലിക്കൊന്നു. എന്തായാലും സംഭവം സക്സസ് ആയി. കടന്നലുകളെ എല്ലാം കുപ്പിയിലാക്കാനും സാധിച്ചു. അതിനുശേഷം ഇതുവരെ കടന്നലുകളുടെ ശല്യവും ഉണ്ടായിട്ടില്ല. വിഷുവിന് തലേദിവസമായിരുന്നു സംഭവം നടന്നത്. കുപ്പിയിൽ അടച്ചു വെച്ചിരുന്ന കടന്നലുകളെല്ലാം ചത്തുപോവുകയും ചെയ്തു.